എന്തൊക്കെ അറിഞ്ഞ് എന്റെ പൊന്ന് തമാശ ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പൂജ കൃഷ്ണസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഒരു കാര്യം പറയാനാണ്. എന്ത് കാര്യം പറയാൻ? ഞാൻ അധികം സംസാരിക്കില്ല എന്ന് ഞാൻ യൂട്യൂബ് ചാനലിൽ ഞാൻ അധികം സംസാരിക്കണില്ല. ഞാൻ തീരുമാനമെടുത്തു. ബിക്കോസ് പറയണത് ഇവളെന്ത് ഓവറാണ്, എങ്ങനെയാണ് അഖില സഹിക്കുന്നത്, ആ ചേട്ടൻ എങ്ങനെയാണ് സഹിക്കുന്നത് എന്നൊക്കെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദൗത്യം മൊത്തം ഞാൻ നിങ്ങളുടെ അഖിൽ ചേട്ടനെ ഏൽപ്പിക്കുകയാണ്. അപ്പം അഖിൽ ചേട്ടൻ എത്രത്തോളം സംസാരിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. അഖിൽ ചേട്ടനെ പോലെ ഞാൻ ആയിരിക്കാം. ചുമ്മാ. സോ ടുഡേ നമ്മൾ വന്നിരിക്കുന്നത് ലിവിങ് ടുഗദർ. കുറേ പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ ഗെറ്റ് നോസ് ലവ് സ്റ്റോറി എപ്പിസോഡിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി ലിവിങ് ടുഗദറിനെ പറ്റി സംസാരിക്കണം നിങ്ങൾ. കാരണം അധികം അങ്ങനെ ലിവിങ് ടുഗദർ ചെയ്യണ കപ്പിൾസിനെ നമ്മൾ കാണാറില്ല, ആക്ച്വലി റയറാണ്. സോ അതുകൊണ്ടായിരിക്കും അവർക്ക് ആ ക്യൂരിയോസിറ്റിയും മേ ബി എല്ലാവർക്കും ലിവിങ് ടുഗദർ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും. സോ നമ്മൾ പറഞ്ഞു കൊടുക്കണം അത്രേ ലിവിങ് ടുഗദറിനെ പറ്റിയിട്ട്. ഞാൻ എന്തിനു പറയണം? തുടങ്ങുന്നതിലൊക്കെ ഞാൻ ക്യാമറ കോൺഷ്യസ് ആണ് ഗൈസ്, അറിയാലോ. എന്നിട്ട് തെറിവിളി മൊത്തം എനിക്ക് ഇവിടെ ഒരാൾ ക്യാമറ കോൺഷ്യസ് ആയിട്ട് പറയാറിയണം, അല്ലാത്ത സമയത്ത് കാണണം. എന്നിട്ട് ബാക്കിയുള്ളവർ പറയണത് ചേച്ചി എന്താ ഓവർ എന്ന്. എക്സ്ക്യൂസ് മീ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു പ്രൊഫഷണൽ ആങ്കറാണ്. എനിക്ക് സംസാരിക്കാൻ വിട്ടാൽ ഞാൻ സംസാരിച്ചോണ്ടിരിക്കും. ഞാൻ സംസാരിക്കില്ല. പറയും. അപ്പോൾ ലിവിങ് ടുഗദർ. സോ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, നല്ല ബോറിംഗ് ആയിരിക്കും ഈ വീഡിയോ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിവിങ് ടുഗദറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കുറേ ആൾക്കാർ നമുക്ക് നമ്മുടെ കോമൻസിൽ തന്നെ വന്നിട്ടുണ്ടായി, എങ്ങനെയാണ് ചേച്ചി ലിവിങ് ടുഗദർ സ്റ്റാർട്ട് ചെയ്തത്, വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ അത് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആട്ടോ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട്. മീൻസ് ഇത് നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിൽ, പുറത്തൊക്കെ ഇത് ഭയങ്കര എന്താ പറയുക, ഇങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. വീട്ടമ്മമാർ തന്നെ അവിടെ, വീട്ടമ്മമാരല്ല വീട്ടുകാരോട് നിൽക്കില്ല. ആക്ച്വലി അവർ സ്വന്തം വഴിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് അവിടെ. ഇവിടെ അത് വന്നു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് പക്ഷേ അപ്പം അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില ആൾക്കാർ വന്ന് ചോദിക്കണത് നിങ്ങൾക്ക് മറ്റു പരിപാടിയാണല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സോ അവർ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അവർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവരുടെ ലൈഫിൽ അതൊന്നും കിട്ടണില്ല എന്ന് തോന്നുന്നു. പാവം. അപ്പോൾ സോ ബേസിക്കലി നമ്മൾ എങ്ങനെയാണ്, നമ്മളൊരു 4 സെഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് വലിയ സൈക്കോളജിക്കൽ ക്ലാസ് ഒന്നുമില്ല, ഇത് കുറച്ച് ആൾക്കാർക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന് വെച്ചിട്ടാണ് പറയണത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, എങ്ങനെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ബിഗിനിങ്, നമ്മുടെ വീട്ടിലെ റിയാക്ഷൻസ്, കാര്യങ്ങൾ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഒരു സെഷനിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന് നമ്മൾ പേടിക്കുന്നത് ദ ബിഗിനിങ് എന്നാണ്. ഭയങ്കര ഫ്രഷ് പേര്. നമ്മൾ ഫസ്റ്റ് ലിവിങ് ടുഗദർ എന്നുള്ള കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലേ വന്നിട്ടില്ല. ഓക്കെ, ഞങ്ങളിപ്പം ഞങ്ങളുടെ ലവ് സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ലവ് സ്റ്റോറി ഇൻ ദ സെൻസ് അതിൽ കുറേ കാര്യങ്ങൾ, ഭയങ്കര ഡീപ്പായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ചിലപ്പോൾ പറയാൻ പറ്റിയെന്നിരിക്കില്ല, എല്ലാ കാര്യവും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന സമയത്തൊന്നും നമുക്ക് നമ്മൾ ലിവിങ് ടുഗദർ ചെയ്യണം, നമുക്ക് ആക്ച്വലി നമുക്ക് മാരേജ് ചെയ്യാൻ തന്നെയായിരുന്നു പ്ലാൻ ഫസ്റ്റ്. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ എടുത്ത പിടിച്ച മാരേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ്, മീൻസ് ഒരു ഐഡിയ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ഫാമിലി, ഇവൻ്റെ ഫാമിലിയൊക്കെ ആദ്യമേ പറയണത് നിങ്ങളെന്തിനും ഇങ്ങനെ ഇരിക്കും. ഇവൻ്റെ ഫാമിലി അല്ല, എൻ്റെ ഫാമിലി പറഞ്ഞത് പെട്ടെന്ന് കല്യാണം കഴിച്ചോ, എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക, അങ്ങനെയല്ല. ഞങ്ങൾ ആ ടൈമിലാണെങ്കിൽ നമ്മൾ ഒരുപാട് ഈ നമ്മൾ കമിതാക്കൾ ചെയ്യുന്ന പോലെ നമ്മൾ ഔട്ടിങ് പോവായിരുന്നു, സിനിമ കാണാൻ, ഫുഡ് കഴിക്കാൻ. നമ്മൾ ആരും മൈൻഡ്, വി ഡോണ്ട് കെയർ അബൌട്ട് എനിബഡി. വി വർ ഇൻ അവർ ഓൺ വേൾഡ്. നമ്മൾ ഭയങ്കര ഓപ്പൺ റിലേഷൻഷിപ്പ് ആയിരുന്നു. അല്ലാണ്ട് ഞങ്ങൾ അച്ഛനമ്മോട് മറച്ചു വെച്ചിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ എല്ലാം അച്ഛനമ്മോട് ബിക്കോസ് ഇതിന് മുന്നേ വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നു പറയുന്നത് ഒരു ക്രിസ്ത്യൻ പയ്യനായിട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് അപ്പോൾ ആ ക്രിസ്ത്യൻ പയ്യനായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അച്ഛന്മാർക്കുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നൊക്കെ ഭയങ്കര, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഹിന്ദു പയ്യനായാൽ മതിയായിരുന്നു, ഓക്കെ എന്നാൽ നീ വേഗം കല്യാണം കഴിച്ചോന്നുള്ള മൂടായിരുന്നു. പക്ഷെ ഇവൻ്റെ അമ്മയുടെ ആ ഒരു സമയത്ത് പറഞ്ഞാൽ ഇവൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ലൈക്ക് ദേ ഓൾസോ കാണ്ട് അഫോർഡ് അനദർ മാരേജ്. ഇവൻ്റെ അമ്മയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
30 വയസ്സിലൊക്കെ ആമ്പിള്ളേർ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയണത്. സോ അമ്മയ്ക്ക് ആ സമയത്ത് ബുദ്ധി ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഡിലേ ആക്കണമെന്നൊക്കെ ആലോചിച്ചു. ഇപ്പോൾ പക്ഷെ എല്ലാവർക്കും ധൃതിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ പിന്നെ നമുക്ക് തോന്നി എന്തായാലും ജോലി വേണം. കാരണം നമ്മളിപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജ് പീരീഡിലാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തോന്നി ഓക്കെ എന്നൊരു ജോലി വേണം. അപ്പോൾ മെയിനായിട്ട് നമ്മളൊരു സോ കോൾഡ് സൊസൈറ്റിയിൽ ആദ്യം ജോലിക്ക് പോകുന്ന ഒരാൾ ആൺ വർഗമായിരിക്കുമല്ലോ. ഒബ്വിയസ്ലി അത് ഞാൻ കുറ്റം മീൻസ് നമ്മളത് എറണാകുളത്തേക്ക് ആദ്യം വന്നപ്പോൾ ഞാനാണ് ആക്ച്വലി ആദ്യം ജോബ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ആബ സോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞാൻ ആദ്യം വർക്ക് IT കോൾ സെന്റർ, അത് നൈറ്റ് ഷിഫ്റ്റ്. അതെ. അപ്പോൾ ആ സമയത്ത് ഇവനാണ് ആദ്യം ജോലിക്ക് പോയത്. അപ്പോൾ കാരണം നമുക്ക് ഇന്ന ജോലി നമ്മൾ ആ ടൈമിൽ നമുക്ക് എനിക്ക് ഇന്ന ജോലി വേണമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നടപടിയാവില്ല. കാരണം നമുക്ക് വീട്ടിലെത്രയും പ്രശ്നങ്ങളായിരുന്നു. നമുക്കറിയാം, നിങ്ങൾ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. വീട്ടിലെത്രയും പ്രശ്നങ്ങളായ ടൈമിൽ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറുമ്പോൾ റെൻറ്റ് കൊടുക്കണം, ബിൽസ് അടയ്ക്കണം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. സോ നമ്മൾ കിട്ടുന്ന ജോലി വേഗം മേടിച്ചിട്ട് നേരെ ഷിഫ്റ്റ് അയക്കണം. പെട്ടെന്ന് ചെയ്ത പരിപാടിയാണ്. അതുകൊണ്ടൊന്നും പ്ലാൻഡ് അല്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത ജോലി, ഇഷ്ടപ്പെടാത്തൊരു വർക്കിംഗ് കൾച്ചർ, എല്ലാത്തിലേക്കും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലൈഫ് ബാലൻസ് ചെയ്യണമല്ലോ. അതിന് നമ്മൾ ഇടയ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. കാരണം ഇപ്പോൾ നമ്മൾ ആ ജോലിക്ക് വിട്ട് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നു. അപ്പം ബേസിക്കലി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ബേസിക്കലി ഞാൻ BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈവൻ എന്തൊക്കെയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞു. ഞാൻ കേരളവർമ്മ കോളേജിലെ കേരളവർമ്മയിൽ എഴുതി ആദ്യത്തെ ലവർ ഞാൻ പറയുന്ന ബാക്കി കഥ. 15-18 കാലഘട്ടത്തിലെ BA ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിൽ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ആദ്യത്തെ ലവർ രണ്ടാമത്തെ ലവർ. അപ്പോൾ BA ഫിലോസഫി അത് കഴിഞ്ഞിട്ട് ഞാൻ 1 ഇയർ ഡിപ്ലോമ ഇവളുടെ കോളേജിൽ സെൻറ് തോമസിലേക്ക് ഫിലിം മേക്കിംഗ് 1 ഇയർ ഡിപ്ലോമയ്ക്ക് പോയപ്പോഴാണ് 2019 മീറ്റ് ചെയ്യണം. അതാ അവർക്കറിയാം. അതെ, ഓക്കെ. അപ്പോൾ അതൊക്കെയാണ്. ഇവന് കുറേ ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ വീട്ടുകാരുടെ പൈസ കളയാനുള്ള ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എനിക്ക് അതിനെ അറിയാമല്ലോ. ഞാൻ എന്തായാലും ഇപ്പോൾ ഈ വലിയ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. എങ്ങനെ വലിയ മീഡിയയിലൊക്കെ തന്നെ വരാൻ പോകുന്നത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. എങ്ങനെയുണ്ട്? അപ്പോൾ പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ജോലി ചെയ്യണതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അവർക്ക് ഞാൻ ദൂരെ പോകണം താല്പര്യമില്ല. ബിക്കോസ് അവർക്ക് തന്നെ അറിയാം ഞാൻ വഴി തല നിറച്ച ലൈറ്റ് ആയതുകൊണ്ട് അവർക്കുള്ളൊരു പേടിയില്ല എനിക്ക് പുറത്ത് വിട്ടെങ്ങനെയാണ്. പിന്നെ ഒബ്വിയസ്ലി പെൺമക്കളുള്ള വീട്ടുകാർക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവും. എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ. പിന്നെ മെയിൻലി എൻ്റെ വീട്ടിലെ ആദ്യത്തെ കൊച്ചാണ് ഞാൻ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് അവർക്ക് ആ ഒരു എറണാകുളത്തേക്ക് നീ ഫ്ലാറ്റിലേക്ക് ആദ്യമായിട്ട് ഷിഫ്റ്റ് ആകാൻ വരുമ്പോൾ നിൻ്റെ അമ്മയും സ്വത്തൊക്കെ അല്ലേ ഉണ്ടാക്കിയത്? സ്വത്തല്ല, അമ്മയും സ്വത്ത് മീൻസ് എൻ്റെ അമ്മേടെ സ്വത്ത് വിളിക്കട്ടാ. അമ്മയും അമ്മയുടെ അച്ഛനും കൂടിയിട്ടാണ് സപ്പോർട്ടീവ്. ഈവൻ ദോ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ചെയ്യണമെങ്കിലും. അപ്പോൾ പിന്നെ എനിക്ക് വീട്ടിൽ വേറെ കുറച്ച് സീനുകളൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ശരി ഞാൻ ജോലി നോക്കാൻ പോവാണ്. സെയിം അഖിലിൻ്റെ കമ്പനിയിൽ എന്താ പറയുക. അപ്പോൾ അമ്മ പറഞ്ഞു അതൊന്നും പറ്റില്ല, തൃശ്ശൂർ എവിടെയെങ്കിലൊക്കെയാണ്, അല്ലെങ്കിൽ വേണ്ട വീടിൻ്റെ അടുത്താണെങ്കിൽ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. പറ്റില്ല, ഞാൻ എന്തായാലും പോവും. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കില്ലേ, എങ്ങനെ തന്നെ പറയാം, ഞാൻ എന്തായാലും പോവും. നിങ്ങൾ എന്താ പറയുക പറ്റെങ്കിൽ എന്നെ ഞാൻ നിൽക്കുന്ന സാഹചര്യം എന്താണ് കാര്യങ്ങൾ അറിയണം ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരിക, ഇല്ലെങ്കിൽ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, ബസ്സിൽ ഞാൻ പൊക്കോളാം എന്ന് പറയും. അപ്പോൾ അമ്മ ആദ്യമൊക്കെ ഭയങ്കര അലമ്പുണ്ടാക്കി. പിന്നെ ഞാൻ ഭയങ്കര ഷൗട്ട് ചെയ്തു. പിന്നെ എന്താ കരച്ചിൽ പിരിച്ചിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവസാനം അമ്മ പറഞ്ഞു ശരി എന്തായാലും നീ ഡിസൈഡ് ചെയ്തു ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കാനുള്ള പൈസ ആക്ച്വലി ഒന്നുമില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലേ ജോലിക്ക് പോകണം. നമുക്ക് കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് 7,000 rupees വേണമായിരുന്നു. അന്ന് അതുപോലും കയ്യിലെടുക്കാനുണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ്. ഹലോ, എൻ്റെ പാക്ക് എക്സ്പയർ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക അന്ന് അതുപോലെ എടുക്കാണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ അച്ഛന് പിന്നെ ഞാൻ പോണതിൽ താല്പര്യമില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞു ശരി അവൾ പോണല്ലേ ഒരു 5,000 rupees ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെനിക്ക് ആക്ച്വലി ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തു. എന്നിട്ടാണ് ഞാനിവിടെ വരുന്നത്. എന്നിട്ട് എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു കേട്ടോ, ജോലി കിട്ടിയല്ലോ അവർക്ക് ആ സന്തോഷം. കാരണം അവർക്ക് ആക്ച്വലി റീസൺ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ് പോണേ എന്നുള്ളതൊന്നും അവർക്ക് അറിയാം. കാരണം ഇവനെ സംബന്ധിച്ചേ ഇപ്പം ഞാൻ ഇവനെ മീറ്റ് ചെയ്ത ടൈമിലായാലും ഇവൻ ജോലി ചെയ്യുന്ന ഒരാളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവൻ എന്ന് പറഞ്ഞാൽ ആർട്ട്, കലാജീവിതം തന്നെ ആർട്ട് തോന്നിയ പോലെ നടക്കുക അങ്ങനെയൊക്കെ ഞാൻ അവരെ കണ്ടേക്കണം. ഇഷ്ടപ്പെട്ട് പണിയെടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടപ്പെട്ട് പണിയെടുക്കാനാണ് എനിക്ക് ഇഷ്ടം. അതാണ്, അതുകൊണ്ട് ഇവ പണിയെടുക്കാറില്ല. കാരണം ഇവർ ഇഷ്ടപ്പെട്ട പണിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഇവൻ ആ ഒരു മൂഡിലേക്ക് ആയിരുന്നു. പക്ഷെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ഒരു സമയം വന്നപ്പോൾ
ഞാൻ ചോദിക്കേണ്ട പോലെ ആവശ്യം വന്നില്ല, പെട്ടെന്ന് റെസ്പോൺസിബിലിറ്റി എടുത്തു. പിന്നെ ഡെയിലി ഓഫീസിൽ പോകും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമായി, ഞാൻ ആദ്യം കിട ചെറുക്കനൊക്കെ ആണോ ഇത്. സോ ആക്ച്വലി ആ ഫസ്റ്റ് ബിഗിനിങ് സ്റ്റെപ്പിൽ നമ്മൾ എല്ലാവരും വിചാരിക്കും ഇറ്റ്സ് എൻ ഈസി തിങ്. ഇറ്റ്സ് നോട്ട് ഈസി തിങ് ആക്ച്വലി ടു ബി ഇൻ എ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്. എനിക്ക് തോന്നുന്നുള്ള ഈ 2024 ഒന്നാമത്തെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് കിട്ടാനേ പാടാണ്. ഇപ്പോൾ ആർക്കും ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റിന് യാതൊരു വിലയില്ലാത്ത പോലെയാണ്. എല്ലാവരും ഇപ്പം ജസ്റ്റിന് എന്താ പറയുക ഒരു എനിക്ക് തോന്നണത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു ബാഗേജ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അതൊരു തന്ത വൈബ് പരിപാടിയാണ്. ആൻഡ് ഓൾസോ പീപ്പിൾ ആർ ലൈക്ക് ഓക്കെ എന്താ പറയുക കുറച്ച് കാലം ട്രൈ ചെയ്യാം, ഇഫ് ഇറ്റ്സ് ഓക്കെ ദാറ്റ്സ് ഓക്കെ, ലൈക്ക് നിങ്ങൾക്ക് പക്ഷെ ഡേറ്റ് ദാറ്റ്സ് ഫൈൻ. പക്ഷെ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ലൈക്ക് ബി ദെയർ ഫോർ ദാറ്റ് പേഴ്സൺ, ഐ ലവ് ദാറ്റ് പേഴ്സൺ. അങ്ങനെ ആ ഒരു സംഭവം എനിക്കിപ്പോൾ കാണാനില്ല പൊതുവെ. ഡേറ്റിംഗ് പോലും വന്നു തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഡേറ്റിംഗ് പോലും എടുക്കാണ്ട് നേരിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എല്ലാ റിലേഷൻഷിപ്പിലായിട്ട് പിന്നീട് കല്യാണം കഴിച്ചു കണ്ടാണ് അല്ലമുണ്ടാവണം റിലേഷൻഷിപ്പ്. കാരണം അവർക്ക് തമ്മിൽ അറിയില്ല. നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ പഠിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് എല്ലാവരും പൊതുവെ റിലേഷൻഷിപ്പിലാവുക. അപ്പോൾ അവർക്ക് ഗുഡ് ടൈംസ് ഹാപ്പി ടൈംസിലാണ് മീറ്റ് ചെയ്യുക. Because they don't have responsibilities, liabilities, ഒന്നുമില്ല. കോളേജിൽ വെച്ച് കാണും, ദിവസത്തിൽ ഒരു 8-9 മണിക്കൂർ കാണുന്നുണ്ടാവും, അതും ഹാപ്പി മൂമെന്റ്സ് ഉണ്ടാവും. പക്ഷെ തിരിച്ച് വീട്ടിൽ വന്നാൽ അതിലും തല്ലുണ്ടാവും. പക്ഷേ ഇത് 24 മണിക്കൂറും നമ്മൾ കൂടെ ഉണ്ടാവും. 24 മണിക്കൂറൊന്നും കൂടെ ഒന്നുമില്ല. കമ്പയർഡ് ടു കോളേജ് ആൻഡ് ഓൾ 24 മണിക്കൂറും ഒരാൾ കൂടെ ഉണ്ടാവും. അതും ജീവിതാനം അങ്ങോട്ട് എന്താ പറയുക ഫോർ എവർ കൂടെ ഉണ്ടാവും. സോ ദാറ്റ്സ് നോട്ട് ഈസി ആക്ച്വലി. കാരണം രണ്ട് വ്യക്തികളാണ്, രണ്ടുപേരുടെ വ്യക്തി താല്പര്യങ്ങളുണ്ട്, ഈഗോസ് ഉണ്ട്, ഇതും ഫൈറ്റ് ചെയ്യും. അതുകൊണ്ട് മറ്റേത് നമുക്ക് ഇടയ്ക്ക് തല്ലുകൂടി പോയി വീട്ടിൽ പോയിട്ട് ചോറിനിട്ട് പിന്നെ രാവിലെ എനിക്ക് പോയാൽ മതി. ഇത് അതേപോലെ ഇല്ല. ഇത് ഒരുമിച്ച് കിടക്കണം, നമ്മൾ ഒരുമിച്ച് എണീക്കണം, ഒരുമിച്ച് വർക്ക് ചെയ്യണം, ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം. ഡെയിലി വർക്ക് ഫോർ എസ്. അപ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്നു ദേ ആർ വെരി അഫ്രേഡ് ടു ബി ഇൻ എ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്. കമ്മിറ്റ്മെൻ്റ് ഒക്കെ ചാലഞ്ചിങ് ആയി തുടങ്ങി ആക്ച്വലി. കാരണം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതായാലും ബാക്കി ഇപ്പോൾ കുറേ എനിക്ക് അറിയുന്ന മീൻസ് എന്നെ ഭയങ്കര പരിചയമുള്ള ആൾക്കാരെന്നല്ല കേട്ടോ, അല്ലാണ്ടും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംടൈംസ് തോന്നിയിട്ടുണ്ടാ. അതായത് ഇപ്പോൾ എനിക്ക് ആക്ച്വലി എനിക്ക് വേണ്ട സമയത്ത് എനിക്ക് ഇവൻ വേണം. ഇപ്പോൾ ചില സമയത്ത് ഞാൻ റോട്ടിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഞാൻ ഇവിടെ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വരും. അതുപോലെ എനിക്ക് ഇന്നത് വേണമെന്ന് അങ്ങനെ ഐ ഡോണ്ട് നോ, ഞാൻ ഭയങ്കര പൈങ്കിളിയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ചില ആൾക്കാർ ഇറ്റ്സ് ലൈക്ക് വി ആർ വെരി ഇൻഡിവിജ്വൽ ആൾക്കാർ. അതുകൊണ്ട് അവളുടെ ഇതിലൊക്കെ ഞാൻ എൻ്റെ നമുക്ക് ഒരുമിച്ച് വരുമ്പോൾ ഐ ഡോണ്ട് തിങ്ക്സ് അതൊരു എനിക്ക് അറിഞ്ഞൂടാ. അതൊരു റിലേഷൻഷിപ്പ് ആണോ, അതിൻ്റെ ഒരു പേരുണ്ടാവും റിലേഷൻഷിപ്പ്, പക്ഷേ അതൊരു ലവ് കമ്മിറ്റഡ് സംഭവമാണോ അങ്ങനെയൊക്കെ ജീവിക്കുന്നത്. എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഇവരെന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കര വേണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നപ്പോൾ കട്ടായിപ്പോയി. ഞങ്ങൾ ഒരു 1/4 മണിക്കൂർ സംസാരിച്ചു. ഓക്കെ, വേഗം മനസ്സിലായി കുറച്ച്. അപ്പോൾ നമ്മളവിടെ എത്തി. വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഷെൽട്ടർ, ഫ്ലാറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായി. അതായത് നമ്മൾ എന്താ പറയുക കോഷൻ ഡെപ്പോസിറ്റ് ഒക്കെ അടച്ച് നമുക്ക് ഫ്ലാറ്റ് എടുത്തു. സോ ഫ്ലാറ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ജീവിച്ചിട്ടുള്ളത് ആക്ച്വലി നമ്മുടെ ഒരു കംഫർട്ട് സോണിലാണ്. വീട് എന്ന് പറയുന്നത് വെച്ചാൽ ഭയങ്കര കംഫർട്ട് സോണാണ്. അതായത് ഇൻ ദ സെൻസ് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഫുഡ് ഷെൽട്ടർ ഇറ്റ്സ് എ മെയിൻ തിങ്. ഓക്കെ, ബാക്കി ഒരു കാര്യത്തിൽ നമ്മൾ ബോധേഡ് ആവുന്നില്ല വീട്ടിലുള്ളപ്പോൾ. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട കാര്യം നമുക്ക് അറിയണ്ട, നമുക്ക് ബാക്കി ഒരു മാനേജ്മെൻറ്റ് മെയിൻ്റെനൻസിൻ്റെ കാര്യം നമുക്ക് അറിയണ്ട, ഇതൊന്നും അറിയണ്ട. പണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ അച്ഛനമ്മയൊക്കെ കടയിൽ പോണ നേരത്ത് നമ്മൾ പറയില്ലേ ഇപ്പോൾ നമുക്കൊരു മിഠായി വാങ്ങിത്തരും, അത് വാങ്ങിത്തരും. എനിക്ക് ആദ്യം ഞാൻ ഈ കൊച്ചിയിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു മിഠായി വാങ്ങണമെങ്കിൽ പോലും നമ്മൾ ആലോചിക്കും ഈ 10 രൂപ ഉണ്ടെങ്കിൽ 10 രൂപയ്ക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാലോ. ആ ഒരു 10-100 രൂപ പോലും നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലാണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ഉത്തരം ഓവറായിട്ട് ദാരിദ്ര്യം പറച്ചിലാണെന്നുള്ളത്. ദിസ് ഈസ് ഹൗ മൈ ലൈഫ് വെന്റ്. ദാരിദ്ര്യം പറച്ചല്ല, ദാറ്റ് ഈസ് ദ റിയാലിറ്റി വി ഹാവ് ഗോൺ ത്രൂ. നമ്മുടെ ഫസ്റ്റത്തെ ജോബ് ഞാനൊരു IT കമ്പനിയാണ് ആദ്യമായിട്ട് വന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ആദ്യം വരുന്ന എല്ലാവർക്കും ആദ്യം ചൂസ് ചെയ്യുന്നൊരു സെയിൽസ് ആയിരിക്കും, കോൾ സെൻറ്റേഴ്സ് ആയിരിക്കും. പെട്ടെന്ന് ജോലി കിട്ടാവുന്നൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ അതുപോലെ തന്നെ പെട്ടെന്ന് ജോലി കിട്ടുന്ന പോലെ തന്നെ അവിടെ ഒരുപാട് പ്രഷർ ഉണ്ട്. കാരണം നമുക്ക് സെയിൽസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടാർഗറ്റ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. നമുക്ക് നമ്മുടേതായ സമയം എന്ന് പറയുന്നത് ഫുൾ ജോലിയിലേക്ക് നമുക്ക് ദാറ്റ് ജോബ് ഈസ് നോട്ട് മെന്റ് ഫോർ അസ് പീപ്പിൾ. കാരണം നമുക്ക് ആർട്ട്, ഫിലിം, മീഡിയ അതൊക്കെയാണ് നമ്മുടെ താല്പര്യങ്ങൾ. സോ ഇഷ്ടപ്പെടാത്തൊരു ജോലി ചെയ്യേണ്ടി വരും. കാരണം സാക്രിഫൈസസ് ചെയ്യേണ്ടി വരും നമുക്ക്. കാരണം നമുക്ക് സർവൈവ് ചെയ്യണ്ടേ, എന്നാലേ ശമ്പളം കിട്ടുള്ളൂ. ശമ്പളം കിട്ടിയാലേ റെൻ്റ് അടയ്ക്കാൻ പറ്റുള്ളൂ, മിഠായി അടിക്കാൻ പറ്റുള്ളൂ. എന്നാലും അപ്പോൾ നമ്മൾ ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് നമ്മൾ ഭയങ്കര തല്ലുകൂട്ടങ്ങളൊക്കെ ഉണ്ടാവും ആക്ച്വലി.
ദാറ്റ്സ് എ ബിഗിനിങ് സ്റ്റേജ് ഓഫ് ദ നെക്സ്റ്റ് ഫേസ് ആക്ച്വലി. അപ്പോൾ അപ്പം ഞങ്ങൾ ആക്ച്വലി ഇതൊന്നും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ലിവിങ് ടുഗെദറിൽ ഇങ്ങനെയൊക്കെ കഷ്ടകാലം വരുന്നോ അതൊന്നും നമുക്ക് അറിയില്ല. ഇപ്പം ഈവൻ ദോ നമ്മുടെ പാരൻസ്, ഇപ്പം എൻ്റെ പാരൻസ് ജീവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ദുബായിലായിരുന്നു വർക്ക് ചെയ്യണ്ടായിരുന്നത്. സോ എൻ്റെ അച്ഛനും അമ്മയും അധികം നമ്മൾ മിങ്കിൾ ചെയ്യണ കണ്ടിട്ടില്ല. അച്ഛൻ വർഷത്തിൽ ഒരു മാസത്തിനൊക്കെയാണ് ലീവിൽ വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛനമ്മ ഹാപ്പി ഫേസാണ് ഞാൻ കണ്ടേക്കുന്നത്. ബിക്കോസ് ആ ഒരു വൺ ഇയറിൽ 1 മന്താണ് അവർക്ക് കിട്ടണേ അവർ ഒരുമിച്ച് ഉണ്ടാകുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം വീൽ ഗോ ഔട്ട് സൈഡ്. നമ്മൾ കസിൻസിനെ കാണാനും പിന്നെ കസിൻസ് ഇവിടെ വരും. പിന്നെ ആ ഒരു 1 മന്ത് 30 days ഇസ് നോട്ട് എ ബിഗ് ഡീൽ. അപ്പം ഞാനൊക്കെ വെച്ചാൽ ഹാപ്പി ഇതായിരിക്കും. ഈവൻ ദോ ഇപ്പം അച്ഛൻ നമുക്ക് ദേഷ്യപ്പെടുന്ന നമ്മൾ പിള്ളേരാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ അച്ഛന് വന്നാൽ പോലും അച്ഛൻ ചിലപ്പോൾ ദേഷ്യപ്പെടും. പക്ഷെ അച്ഛൻ അപ്പം തന്നെ നമ്മുടെ അടുത്ത് സോറിയൊക്കെ പറയും. കാരണം അച്ഛനത് ദുബായിൽ തിരിച്ച് പോയിട്ട് പിന്നെ അച്ഛൻ അതൊരു ബാഗേജ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആക്ച്വലി എൻ്റെ ഫാമിലിയിൽ ഒരു എന്താ പറയുക 2 കപ്പിൾസ് എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു റിയാലിറ്റി ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ലൈഫിലേക്ക് ഞാൻ വരുമ്പോൾ ഐ വാസ് നോട്ട് ദാറ്റ് പ്രിപ്പയർഡ്. ഓക്കെ, എനിക്കറിയാം ദിസ് ഇസ് ദ ഷിറ്റ് അല്ലെങ്കിൽ ദിസ് ഗോയിങ് ടു ഹാപ്പൻ, ഇതൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പം നിൻ്റെ വീട്ടിൽ എങ്ങനെ? എൻ്റെ വീട്ടിൽ എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ ഇതേപോലെ അച്ഛനമ്മ ഒരുമിച്ച് തന്നെ ആയിരുന്നു. ഐ ഹാവ് സീൻ ദാറ്റ് ഷിറ്റ് ആക്ച്വലി. അതുകൊണ്ട് അത് ഹെൽപ്പ് ചെയ്യും നമ്മൾ ആദ്യം നമ്മൾ അച്ഛനമ്മമാരെങ്ങനെ ഒരുമിച്ച് അവർ അഡ്ജസ്റ്റ് എനിക്കറിയാം അവരവരുടെ കൾച്ചറിൽ അറേഞ്ച് മാരേജ് ഒക്കെ ചെയ്ത് കുറേ ഒരു എന്താ പറയുക ആ സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു കൾച്ചറിൽ നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദം. അങ്ങനത്തെ ഒരു ലൈഫാണ് അവരുടെ. ഈവൻ ദോ ദേ ആർ അഡ്ജസ്റ്റിംഗ് ടു ഈച്ച് അതർ. അതാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത് ആക്ച്വലി. അത് എൻ്റെ അച്ഛനമ്മ അങ്ങനെയായിരുന്നു, മിക്ക അച്ഛനമ്മമാർ അങ്ങനെ ആയിരുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആക്ച്വലി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കാൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചുറ്റുള്ള ആൾക്കാരാണ്. കാരണം നമ്മുടെ വീട്ടിൽ എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന ആൾക്കാരായിരുന്നു, അവർ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അറിയുള്ളൂ. ഇപ്പം അല്ലാതെ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ കോളേജ് ടൈമിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, അവർക്കൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാനുണ്ടാവും, ചിലപ്പോൾ നമ്മൾ കുഴി ചാടിക്കാനുള്ള ആൾക്കാരുണ്ടാവും. മോസ്റ്റ് ഓഫ് പീപ്പിൾ അങ്ങനത്തെ ആൾക്കാരാണ്. അങ്ങനത്തെ റിയലൈസേഷൻ കൂടി നമുക്ക് കിട്ടും ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് കിടക്കുമ്പോൾ ആക്ച്വലി. കാരണം ലിവിങ് ടുഗദർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാനും ഇവനും മാത്രമല്ല ആക്ച്വലി ലിവിങ് ടുഗദറിൽ വരുന്നത്. താങ്ക്ഫുള്ളി ഞാൻ പറയട്ടെ, എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ, എനിക്ക് കിട്ടിയ ഫ്ലാറ്റ് മേറ്റ്സ് ആയിക്കോട്ടെ, അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ദേ സ്റ്റിൽ ആർ ഫ്രണ്ട്സ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലാറ്റിൽ നമ്മൾ ഷെയർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ ഫ്ലാറ്റിൽ റൂം ഇപ്പോൾ ഷെയർ ചെയ്യണത്. സോ ബേസിക്കലി ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് ക്യാരക്ടർ മാറുക, ഈവൻ ഡ്രഗ് യൂസിലേക്ക് പോവുക, അങ്ങനെ കുറേ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട്. ദ തിങ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഈസ് പാർട്ട്ണർ മാത്രം റൈറ്റായിട്ട് ചൂസ് ചെയ്താൽ പോരാ, ഫ്രണ്ട്സിനെ നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. ദാറ്റ്സ് എ ബിഗ് തിങ്. ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് ബ്രേക്കപ്പ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട്സിനെ ബ്രേക്കപ്പ് ചെയ്യണം. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ കാമുകി മാത്രമുള്ള പരിപാടിയില്ല. ചൂസ് യുവർ സർക്കിൾ, ചൂസ് യുവർ ഫ്രണ്ട്സ്. ബിക്കോസ് ഫോർ എവർ വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ചില്ല് ചെയ്യുക, അതല്ല. നമ്മുടെ ആവശ്യപ്പെട്ട നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ അവർ നമ്മളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണു. ആക്ച്വലി ദേ വർ ലൈക്ക് അവർ പാരൻസ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുക ലിവിങ് ടുഗദർ എന്നുള്ളതല്ലാതെ തന്നെ നിങ്ങളൊരു ജോലി എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ വർക്കിൽ നിന്ന് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് വരും, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരുപാട് ഫ്രണ്ട്സ് വരും. ഒരു കാര്യം മൈൻഡിൽ ആലോചിക്കുക, ഫസ്റ്റ് നമ്മൾ ചെല്ലുന്ന നമുക്ക് നമ്മുടെ ബോഡിക്കോ നമ്മുടെ മൈൻഡിനോ ആ വൈബോ ഒരു കാര്യം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തുനിന്ന് മാറി നിൽക്കുക എന്നുള്ളത് എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ബിക്കോസ് കാരണം ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു എനിത്തിങ്. നിങ്ങൾക്ക് വേണം ഞങ്ങൾക്കിത് ചെയ്യാൻ, നമുക്കിത് ചെയ്യണം എന്നുള്ള സ്വയബോധമില്ലാണ്ട് whatever എന്തോ ആയിക്കോട്ടെ, ഈവൻ നിങ്ങൾ ഫസ്റ്റ് ഒരു ആൽക്കഹോൾ കുടിക്കുക എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഭയങ്കര ഒരു മിനിമൽ എക്സാമ്പിൾ പറയാണ്. ഫസ്റ്റ് നിങ്ങളൊരു ആൽക്കഹോൾ കുടിക്കുകയാണെങ്കിൽ തന്നെ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം, നോട്ട് ലൈക്ക് ഓക്കെ ദ ഗ്യാങ് ഇസ് ഡൂയിങ് ദിസ് അതുകൊണ്ട് നമുക്ക് വി ഹാവ് ടു ഫിറ്റ് ഇൻ ടു ദാറ്റ്. നോ, ഡോണ്ട് ഫോഴ്സ് എനിത്തിങ്
അല്ലേ, ഓൺ യുവർ സെൽഫ്. ചൂസ് യുവർ ഫ്രണ്ട്സ് വൈസ്ലി. അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ജോലിയും അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് അങ്ങനത്തെ ബാഡ് എക്സ്പീരിയൻസോ ലൈക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന തല്ല് കാര്യങ്ങൾ അതൊക്കെ ഇതല്ലാതെ അല്ലാത്തൊരു ഇതിൽ പോയി പെടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പെടാമായിരുന്നു, വി കുഡ് ഗെറ്റ് ഇൻഫ്ലുവൻസ്. കാരണം അങ്ങനത്തെ സർക്കിൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു. നമ്മൾ ആ സർക്കിൾ വേണ്ടാന്ന് വെച്ചാൽ ആക്ച്വലി അതാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ലൈഫിൽ ഒരുപാട് കുറേ കാര്യങ്ങൾ റോൾ പ്ലേ ചെയ്തു. നമുക്ക് കിട്ടുന്ന ശമ്പളം എങ്ങനെ നമ്മളൊരു മാസം ഉന്തിത്തള്ളി നീക്കും എന്നുള്ളത് ചലഞ്ചിങ്. കാരണം നമുക്ക് കിട്ടിയ തുച്ഛമായ ശമ്പളമാണ്, ആദ്യത്തെ ജോലിയാണല്ലോ. അത് അതിൻ്റെ ഇടയിൽ വർക്ക് സ്ട്രെസ്സും കാശിൻ്റെ കാര്യം കൂടി വരുമ്പോൾ തല്ലൂട്ടങ്ങൾ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സെയിൽസ് ഒക്കെ മടുത്തപ്പോൾ ഞാൻ പറഞ്ഞ അഖിൽ എനിക്കൊന്നും പറ്റണില്ല, ഈ പരിപാടി ഇത് ബോറിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പം ആദ്യത്തെ ജോലി ഞാനും അഖിൽ ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ എന്താ പറയുക വേണ്ടാന്ന് വെക്കണത്. കാരണം അത് ജോലി വാസ് റിയലി ബോറിങ് ആൻഡ് ആക്ച്വലി വെരി സ്ട്രെസ്ഫുൾ ഓൾസോ. മാത്രമല്ല ആ ടൈമിൽ ആ പ്രോസസ്സ് ഷട്ട് ഡൗണും കൂടി ചെയ്തു ആക്ച്വലി. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇറങ്ങി, എന്നിട്ട് ഞാൻ അപ്പം തന്നെ വേറെ കമ്പനിക്ക് ചാടി സെയിൽസ് തന്നെ. അല്ലല്ല അതിന് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം പിന്നെ ബ്രേക്ക് എടുത്തു. നമ്മൾ എന്നിട്ട് ഉള്ളൊരു 1500 രൂപ കൊണ്ട് ഞങ്ങൾ ഇടുക്കി കറങ്ങാൻ പോയി. അത് ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട് വൈശാഖ് മറ്റേ തുറമുഖം എന്നുള്ള പടത്തിൽ അസിസ്റ്റ് ചെയ്തതിൻ്റെ പൈസയൊക്കെ കിട്ടിയോണ്ട് നമ്മൾ അങ്ങോട്ടൊക്കെ പോയി വെറുതെ ആ ഒരു ചില്ലൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ചു വന്നു. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുക, അതായത് ആ സമയത്ത് എന്ന് പറയണത് നമ്മുടെ ഫ്ലാറ്റ് മേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് പേര്. ഇപ്പോൾ ഷബീർ, ജസ്റ്റിൻ, പിന്നെ ഒരു സുമിത്ത്, പിന്നെ ഫ്ലാറ്റ് മേറ്റ് അല്ലാണ്ട് അമൽ ഈസ് മൈ ഫ്രണ്ട്, ഇവരൊക്കെ ഫ്ലാറ്റ് മേറ്റ്സാണ്. അപ്പം ആ സമയത്ത് ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കാണ്ടില്ലാതിരിക്കുമ്പോൾ ഒക്കെ ചില നേരത്ത് ഇവർ നമുക്ക് അവരുടെ കാർഡൊക്കെ തന്നിട്ട് പറയും ഞങ്ങൾക്ക് ജോലിക്ക് പോകണേ നീ എന്തെങ്കിലുമൊക്കെ മേടിക്ക്, അരി സാധനങ്ങളൊക്കെ മേടിക്കുന്നൊക്കെ പറഞ്ഞാൽ അവർ എനിക്ക് എന്താ പറയുക സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഭയങ്കര ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന മൊമെന്റ്സ് ആണ്. പിന്നീട് ആലോചിക്കുന്ന വേറെ കാര്യം, നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുക്കാൻ നന്നായി. ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുക്കാൻ പറ്റില്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഷെയറിങ് നമുക്ക് പറ്റുള്ളൂ. കാരണം നമുക്ക് ബഹളവും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. അതാണ് എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് ഇപ്പം ഞാൻ അഖിലും കൂടി ഒരു സ്ഥലത്ത് ആണെങ്കിലും എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് ഞങ്ങൾ ഒരുപാട് ഇതേപോലെ ബൈക്കിൽ പോലും മറിച്ച് പോലും അതൊക്കെ ആയതുകൊണ്ടായിരിക്കാം 24 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ബോറടിക്കും ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ ഇറ്റ്സ് റിയാലിറ്റി, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ബോറടി ഇൻ ദ സെൻസ് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞില്ലേ, ആ ഹണിമൂൺ പീരീഡിൽ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. അതൊക്കെയാണ് നമുക്ക് ലിവിങ് ടുഗദർ ഡിസിഷൻ എടുക്കാൻ കാരണം. അതൊക്കെ തന്നെയാണല്ലോ. പല കാര്യമൊന്നും പറയാൻ പറ്റില്ല, മിണ്ടാണ്ടിരുന്നത്. സോ ആ ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ റിയാലിറ്റി കിടക്കുമ്പോൾ നമ്മൾ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. കാരണം പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഹണിമൂൺ ഫേസ് ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ആക്കി പറയാൻ വേണ്ടിയിട്ടാട്ടാ. പക്ഷെ എനിക്ക് എന്താ പറയുക ഈ ചെറുക്കനെ എനിക്ക് എത്ര കാലയളവിൽ എനിക്ക് ഇറിറ്റേറ്റ് ചെയ്യണം, ഇവനെ ദേഷ്യപ്പെടുത്തണം, അതൊക്കെ എനിക്കൊരു എൻജോയ്മെന്റ് ആണ്. ഞാൻ പറയണത് ഒരു ടൈമിൽ നമുക്ക് എപ്പോഴും കൂടെ ഫ്രണ്ട്സ് വേണം, അവരായിട്ടാണ് നമ്മൾ എപ്പോഴും ഫ്ലാറ്റ് എടുക്കാറെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ആളും ബഹളവും ചില്ലിങ്ങും ഫ്രണ്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വരും. അതെ, വൃത്തി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടേക്ക് സം ടൈം ഓഫ് അവർ റിലേഷൻഷിപ്പ് ആസ് എ കപ്പിൾ ടു ജസ്റ്റ് ഫ്രണ്ട്സ്, ബീങ് ഫ്രണ്ട്സ്, ചില്ലിങ് വിത്ത് ഫ്രണ്ട്സ്, സംസാരിക്കുക. നമ്മളത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആക്ച്വലി. സോ അത് ആക്ച്വലി ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട്. പിന്നെ ലിവിങ് ടുഗെദർ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്കുള്ളതാണ്, മനസ്സിലാവേണ്ടത്. ലിവിങ് ടുഗെദർ എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ഇതാണല്ലേ എന്ന് പറയുന്ന ആൾക്കാർ, നിങ്ങൾ കല്യാണം കഴിച്ചാൽ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവണില്ല. കല്യാണം കഴിച്ചാൽ എങ്ങനെ ഫുൾ ടൈം ഇതായിട്ടാണോ നിങ്ങൾ നടക്കാറ്? അതെനിക്കറിയില്ല. അതിപ്പോൾ ലിവിങ് ടുഗെദറിൽ മാത്രമേ എൻ്റെ എക്സ്ട്രാ പവർ കിട്ടണ്ട മനുഷ്യന്മാർക്ക്. മനുഷ്യന്മാരാണ് ഇത് മറ്റേ മെഷീൻസ് അല്ല ഫുൾ ടൈം ഒക്കെ പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ പേരുടെ വിചാരമുണ്ട് ലിവിങ് ടുഗെദർ ഈസ് ഓൺലി അബൌട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ്. 4 വർഷം നമ്മൾ ലിവിങ് ടുഗെദർ ഇപ്പം വി ആർ കണ്ടിന്യൂയിങ് ഇറ്റ്. ആൻഡ് 4 വർഷം നമ്മൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോഴും നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഫിസിക്കൽ ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വരുന്നത്. ഇപ്പോൾ ഒരു പുതിയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് പറയുമ്പോൾ ഈ ഇക്കരെ നിൽക്കണം തന്നെ അക്കരെയും ആവാൻ പോകണുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, പക്ഷേ നമ്മുടെ കൂടെയുള്ള ആളുടെ കൂടെ നമ്മളത് ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഫസ്റ്റ്
ഉണ്ടാവുന്ന കിസ് പോലെ ആവില്ല. ഒരു എന്താ പറയുക 1000 അല്ലെങ്കിൽ 10,000 ടൈമൊക്കെ കിസ് ചെയ്യണ സമയത്ത് അത് ആ ഫീൽ ആവില്ല. ബിക്കോസ് അത് ഹോർമോൺസ് അതിനനുസരിച്ചാണ് തവണേ. അത് നിങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ ഫസ്റ്റ് ടൈമിലുള്ള നമ്മളാവില്ല 10,000 ടൈമിലുള്ള എന്താ പറയുക ഒരുമിച്ചുള്ള ആൾക്കാരുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവില്ല ആദ്യത്തെ ടൈമിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇസ് ലവ് എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കുക. ആക്ച്വലി തല്ലൂട്ടങ്ങളും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ അല്ല. മണി കാൺ ബ്രിങ് യു ഹാപ്പിനെസ്. അത് ഇറ്റ്സ് നോട്ട് ട്രൂ. എനിക്ക് അല്ല, മണി കാൻ ബ്രിങ് യു പീസ്, സമാധാനം കിട്ടും. ആക്ച്വലി പീസ് വാങ്ങണമെങ്കിൽ മണി വേണം. അതല്ല നമുക്ക് ഹാപ്പിനെസ് തരും. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കാനാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെറുതെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ അഖിൽ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞാൽ നൗ ഇറ്റ്സ് പോസിബിൾ. ബട്ട് ദാറ്റ് ടൈം ഇറ്റ്സ് നോട്ട്. ദാറ്റ് ടൈം ഇപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് ദൂരമുള്ള സ്ഥലത്ത് ഒരു യൂബർ വിളിക്കാൻ പോലും പൈസ ഇല്ലെങ്കിൽ നമുക്ക് അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് മെൻ്റലി എഫക്റ്റ് ചെയ്യും. പുറത്തിറങ്ങാറില്ല കാരണം ബേസിക്കലി അത് കാശില്ലാത്ത നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ അഖിലിൻ്റെ ചേട്ടനും അതുപോലെ തന്നെ ആഷിഖ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവരുടെ അടുത്തും കുറേ കോൺഫ്ലിക്ട്സ് ഒക്കെ വന്നു. കാരണം അവർ ഈ രാത്രിക്ക് നമ്മൾ തലൂടി രാത്രിക്ക് രാമായണം വരിക അങ്ങനെ വന്നപ്പോൾ പിന്നെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഇവൻ്റെ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ പൈസ ഒന്നും അല്ല നമുക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുമായിരിക്കും. ആക്ച്വലി പൈസ ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇപ്പം നിങ്ങൾ ഒരു സംഭവത്തിലേക്ക് ലിവിങ് ടുഗദർ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരികയാണെങ്കിൽ ഫൈൻഡ് എ ഗുഡ് ജോബ്, ഫൈൻഡ് എ ഗുഡ് പ്ലേസ് ടു ലിവ്, ഫൈൻഡ് ഗുഡ് ഫ്രണ്ട്സ്. എന്നിട്ട് all the problems will happen. Nothing. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ അത് നല്ല റിലേഷൻഷിപ്പ് അവരുടെ ഇപ്പോൾ ഇന്ന ആൾക്കാരുടെ യൂട്യൂബ് കണ്ടോ അന്ന ആൾക്കാരുടെ യൂട്യൂബ് കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും അല്ല. ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയാം എന്തൊക്കെയാണ് അവർ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. സോ ആ ഒരു എന്താ പറയുക ഫാൻറ്റസി വേൾഡിൽ നിന്നൊക്കെ മാറിയിട്ട് റിയാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് തല്ലുകൂടുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോഴും ഡോണ്ട് ഗിവ് അപ്പ്. അതാണ് ഞാൻ പറയുന്നത്, ഡോണ്ട് ഗിവ് അപ്പ്. അത് രണ്ടുപേരും ബി ദെയർ ഫോർ ഈച്ച് അതർ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലിവിങ് ടുഗദർ എന്നുള്ള ഫേസിലൂടെ ഇപ്പോഴും ലിവിങ് ടുഗദർ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ദ റീസൺ വൈ വി ആർ നോട്ട് സ്റ്റിൽ ഗെറ്റിംഗ് മാരിഡ് ഈസ് ഓൾസോ അവർ ഡിസിഷൻ ഓൺലി. അത് ഞാൻ ഇപ്പോൾ പറയാം. നിങ്ങൾ ഇനി ലിവിങ് ടുഗദറിൽ മാത്രം നിൽക്കാനാണോ പ്ലാൻ, ഇനി കല്യാണം കഴിക്കുന്നില്ലേന്ന്? സോ ആക്ച്വലി ഞങ്ങൾക്ക് എനിക്കുള്ള കല്യാണത്തിൻ്റെ ഡിഫറൻസും ഇവനുള്ള കല്യാണത്തിൻ്റെ ഡിഫറൻസും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓക്കെ, എനിക്ക് കല്യാണത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറയണത് ഇറ്റ്സ് ലൈക്ക് ഫാമിലി ഒന്ന് യുണൈറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ കല്യാണം. നോട്ട് ലൈക്ക് ദി ഇവൻറ്റ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ് ഫാമിലി ഈസ് നോട്ട് മൈ മോർ റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇപ്പോൾ ഇവൻ്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇവരുടെ ഫംഗ്ഷൻസിനൊക്കെ ഞാൻ പോകാറുണ്ട്. ബട്ട് ഇപ്പോൾ ഇവരുടെ ചേട്ടൻ്റെ വൈഫിനുള്ളൊരു റെസ്പോൺസിബിലിറ്റി പോലെ അല്ല എനിക്കുള്ളത്. അപ്പോൾ എനിക്ക് അതൊരു ബിഗ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഓക്കെ ഐ ഹാവ് ടു കുറച്ചുകൂടെ ഒന്ന് മെച്ചുവേർഡ് ആവണം, കുറച്ചുകൂടെ ഒന്ന് വലുതാവണം എന്നൊക്കെ ഉള്ള ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കല്യാണം കഴിച്ചാൽ 2 അച്ഛനും 2 അമ്മയും നമുക്ക് ഉണ്ടാവും. ആക്ച്വലി അതുകൂടാണ്ട് ചേട്ടനെ കിട്ടും, കസിൻസിനെ കിട്ടും, അങ്ങനെ ഒരു ബിഗ് ഫാമിലിയായി മാറും അത്. അപ്പോൾ ഈ 2 ഫാമിലിയുടെ കാര്യങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്യണം. നമുക്ക് അതിനും കൂടി കമ്മിറ്റ്മെൻറ്റ് വേണം എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഒരു കേപ്പബിലിറ്റിയും എന്താ പറയുക ഒരു മെച്യൂരിറ്റിയും കാര്യങ്ങളും ഇല്ല എന്ന് ഇവിടെ തന്നെ മനസ്സിലാക്കിയിട്ട് അത്യാവശ്യം നല്ല ചിന്താഗതിയാണ്. ആക്ച്വലി ഇവിടെ തന്നെ റിയലൈസ് ചെയ്തു ഇറ്റ്സ് നോട്ട് ടൈം, ഞാൻ അത്രയും മെച്യൂരിറ്റി എനിക്ക് ആയിട്ടില്ല, അതുകൊണ്ട് ബിക്കോസ് ഞാൻ ഒരു കാര്യം പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ ലിവിങ് ടുഗദർ ചെയ്യണതിൻ്റെ അല്ലെങ്കിൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവണ തുടക്കത്തിൽ എൻ്റെ ഫാമിലീസ് ലൈക്ക് എനിക്ക് ഭയങ്കര ഇനിമിയായിരുന്നു. എനിക്ക് മീൻസ് എന്തൊക്കെയാണ് അവരെൻ്റെ അടുത്ത് കാണിച്ചത് അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഞാൻ പിന്നീട് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയ 4 വർഷത്തെ ട്രാവലിൽ എനിക്ക് തന്നെ ഒരുപാട് മാറ്റമുണ്ട്. വൈ എന്നുള്ളൊരു റീസൺ, അവരുടെ റീസൺ ഞാൻ അറിയാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കര മാറ്റമാണ്. അപ്പോൾ ഇനി ഞാൻ ഗ്രോ അപ്പ് ചെയ്യുമ്പം ഇനിയും ഒരുപാട് സംഭവങ്ങൾ എനിക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്. കാരണം എനിക്കറിയാം ഈ 4 ഇയേഴ്സ് ട്രാവലിൽ കുറച്ച് ഞാൻ മെച്ചുവേർഡ് ആയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ലൈഫ് സർക്കംസ്റ്റൻസസ് ലൈഫ് സിറ്റുവേഷൻസ് എന്നെ കൊണ്ടുവന്നതാണ്. എൻ്റെ മാരേജിൻ്റെ പെർസ്പെക്റ്റീവ് എന്താ വെച്ചാൽ എനിക്ക് മാരേജ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ. കാരണം നത്തിങ്സ് ഗോണ മേക്ക് എ ഡിഫറൻസ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ബട്ട് കുറച്ച് ലീഗൽ ബെനിഫിറ്റ്സ് കിട്ടും, ഇൻഷുറൻസ് പരിപാടി ഏരിയയിലും വേറെ കുറച്ച് ലീഗൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. ബിക്കോസ് മൈ ഫാമിലി ഈസ് ഫൺ. ഈവൻ ദോ അത് പറഞ്ഞേ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാമിലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഇവരെന്താ ചെയ്യണം, ഇവർ ഏത് വഴിക്കാണ് പോണേ, നന്നാവോ പിള്ളേരെന്നൊക്കെ. പക്ഷേ നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുത്തു. ദാറ്റ് വി ആർ വെരി പ്രൗഡ് ഓഫ്.
അതാണ്. അതായത് ഇപ്പൊ ആദ്യം ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഭയങ്കര എന്താ പറയുക മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ഞാൻ ആ ഒരു ഫേസിലാണ്. ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചെന്നൊരു ഓഡീഷൻ കോളിലാണ് ഞാൻ എൻ്റെ ഒരു പ്രൊഫൈൽ അയക്കണത്. അപ്പൊ അതിന്ന് ഞാൻ സെലക്ട് ആവണത് ഇതൊക്കെ പിന്നെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ മാറിയൊരു സാധനങ്ങളാട്ടോ. കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് വാട്ട് ഐ ഹാഡ് എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് മാറി. അപ്പോൾ പിന്നെ എൻ്റെ അച്ഛനും ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ്റെ കവിതകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു കാതിലണിഞ്ഞ കമ്മലിന. അതെ കാലിലണി അച്ഛൻ കവിത എഴുതും. അങ്ങനെ നമ്മുടെ പേര് കവിത എന്നാണ്. അച്ഛൻ അതുകൊണ്ട് മാനേജ് ചെയ്തത് തോന്നുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഫസ്റ്റ് ഡ്രാമയിലൊക്കെയാണ് ഞാൻ അഭിനയിക്കണത് അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ പഠിച്ച സാധനം അപ്പം അതിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തൊരു സംഭവത്തിൽ തന്നെയാണല്ലോ മോള് ഇപ്പോൾ ഇതാക്കുന്നതെന്നും കൂടെ പറഞ്ഞപ്പോൾ ദേ ക്വൈറ്റ് ഹാപ്പി. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹാപ്പിയാണ്. എൻ്റെ അമ്മ ഇപ്പോൾ ഇന്നും കൂടെ വിളിച്ചിട്ട് അമ്മയ്ക്ക് കുഴിമന്തി കഴിക്കണം എന്ന് പറഞ്ഞുള്ളൂ. റെസിപ്പി കഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ കുറേ പേര് വരും. ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എന്തിനാണ് ഈ റിലേഷൻഷിപ്പ്, കാരണം അങ്ങനെ ജഡ്ജ് ചെയ്യണ കുറേ പേരുണ്ട്. അവരൊന്നും നമ്മൾ ഫ്രണ്ട്സായിട്ട് കരുതുന്നില്ല. ഓരോരോ നമ്മുടെ അപ്പോൾ നമ്മൾ തന്നെ പ്രൂവ് ചെയ്ത് കൊടുക്കണം അവർക്ക് ദ തിങ് ഇസ് ഇതൊന്നല്ല. സോ വൺസ് നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കുമ്പോൾ അവരും അക്സെപ്റ്റ് ചെയ്യും നമ്മളെ. അതാണ് ഇപ്പോൾ വീട്ടുകാരുടെ കാര്യത്തിൽ അത് ഉണ്ടായത്. നൗ ദേ ആർ വെരി സപ്പോർട്ടീവ് മാത്രമല്ല ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ട് ഇപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടത്. അതായത് ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്കോ എന്തെങ്കിലും ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും ലവ് റിലേഷൻഷിപ്സിൽ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇപ്പോൾ ഫാമിലിയിൽ ഒന്നെങ്കിൽ നിങ്ങളോടുള്ള കൺസേൺ കൂടുതലായിരിക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ മേ ബി ഇപ്പോൾ പെൺപിള്ളേരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടാവും ഈ ചെറുക്കൻ എത്രത്തോളം ട്രസ്റ്റബിൾ ആണ്. കാരണം തിങ് ഹാപ്പൻ അറൗണ്ട് ഇസ് വെരി ബാഡ് കുറേ ആൾക്കാർക്ക്. അപ്പോൾ നമ്മൾ ഇതൊന്നും അല്ല എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരും കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ പറയാം പൂജയുടെ വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ പോയിട്ട് വീട്ടുകാരെതിരെ സംസാരിച്ച് അലമ്പുണ്ടാക്കണ കുറേ ടീംസിന് പിള്ളേരുണ്ട്. ഞാൻ അങ്ങനത്തെ ആളല്ല. ഐ വാസ് വെരി മെച്ചുവർ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഞാൻ മുന്നേ എൻ്റെ എക്സ് ലവറിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ ആക്ച്വലി. സോ ബി ഗുഡ് വിത്ത് പാരൻസ്. മെച്ചുവറായിട്ട് ഡീൽ ചെയ്യുക. കാരണം അവർ പല സൈഡിൽ നിന്ന് ആരൊന്നും മെച്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല. ദാറ്റ്സ് ഫൈൻ. അതിപ്പോൾ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും അത് അണ്ടർസ്റ്റാൻഡ് ആവും, നിങ്ങളും അണ്ടർസ്റ്റാൻഡ് ആവും നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആവണം. വേറൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഒരാൾക്കാരെ മീൻസ് കണ്ടിട്ടുണ്ട്. അതായത് ഇതേപോലെ മേ ബി ഇപ്പോൾ ഇവന് ഞാൻ റിലേഷൻഷിപ്പാണ്. ഇപ്പം എനിക്കിഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും എൻ്റെ ലൈഫിൽ. ഇവൻ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ലൈഫിലുള്ള ഓരോ എൻ്റെ നല്ല ഫ്രണ്ട്സും ഓരോ എൻ്റെ നല്ല ആൾക്കാരും എന്നെ വിട്ടിട്ട് പോവുകയാണെങ്കിൽ ഒരാളോ രണ്ടാളോ പോകുമ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ഇതാക്കി പോകുമ്പോൾ വി ഹാവ് ടു അറ്റ്ലീസ്റ്റ് ലുക്ക് അറൗണ്ട് വാട്ട്സ് ഹാപ്പനിങ്. വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വാട്ട്സ് ഗോയിങ് ഓൺ. അത് ഇപ്പം ഡോണ്ട് ബി ബ്ലൈൻഡ് ഇൻ ലവ്. അതാണ് ബ്ലൈൻഡ് ഇൻ ലവ് ഇസ് ഇംപ്രാക്ടിക്കൽ. അത് നിങ്ങൾ എന്താ പറയുക, ഈവൻ ഇഫ് ഇറ്റ്സ് യുവർ പാർട്ട്ണർ ഇസ് റോങ് എന്നുള്ളത്, ഇഫ് യുവർ പാർട്ട്ണർ ഇസ് റോങ് ബി ഇറ്റ് റോങ്. അതായത് അങ്ങനെ തന്നെ പറയും, ഇത് റോങ് ആണ്, ഈ പരിപാടി റോങ് ആണെന്ന് തന്നെ പറയൂ. ദാറ്റ്സ് ഫൈൻ. അതാണ് പറഞ്ഞത്, റിലേഷൻഷിപ്പിൽ നമുക്ക് ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് എൻ്റെ പാർട്ട്ണർ എന്ത് ചെയ്താലും കണ്ണുമൂടി കെട്ടി നിൽക്കും എന്നുള്ള കപ്പിൾസ്. കാരണം ഇപ്പം ഞാനൊരു കാര്യം പറയും, ഇപ്പം ഇവൻ്റെ ഒരു ഫ്രണ്ട് എന്താ പറയുക, ഒരു പ്രാവശ്യം ഇവർ തമ്മിലുള്ള മിസ്കമ്മ്യൂണിക്കേഷനോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലോ ഇവർ തമ്മിൽ തല്ലുണ്ടായിട്ടാ. അത് കഴിഞ്ഞിട്ട് തല്ല് മീൻസ് അന്ന് അഖിലാണെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അഖില സാധനമുണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ ഭയങ്കര ആൾക്കാർ ജഡ്ജ് ചെയ്യും. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ ഒരേ സമയത്ത് മറ്റോ ഹോട്ടലിൽ കണ്ടപ്പോൾ ഫ്രണ്ട് മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ എന്തോ ഇരുന്നപ്പോൾ എനിക്കത് ഭയങ്കര ഹേർട്ടായി. കാരണം ഇവൻ്റെ മുഖം ഭയങ്കരമായിട്ട് വാടിപ്പോയി. അപ്പോൾ എനിക്ക് ആ ഫ്രണ്ടിനോട് ദേഷ്യം വരാൻ തുടങ്ങി. ഞാൻ വെറുതെ എന്താണത്, ഇതൊന്നും നടപടിയാവില്ല. പക്ഷെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല, അവർ നിന്നെങ്ങനെ ചെയ്തോണ്ട് ഇനി നീ മിണ്ടരുത്, അല്ലെങ്കിൽ നിന്നോട് അവരിങ്ങനെ കാണിക്കുന്നതുകൊണ്ട് നിന്നോട് മിണ്ടരുത്, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ ഇവൻ്റെ ഇൻഡിവിജ്വൽ ഡിസിഷനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവനെ ആ സാധനം ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ആൾക്കാരെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കൊള്ളേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ എനിക്കുണ്ട്. പക്ഷെ ഇവനിപ്പോൾ എന്നെ ആരെന്ത് ചെയ്താലും ഇവനത് കൊള്ളില്ല. അത് എൻ്റെ മാത്രം തിങ്ങാണത്. എന്ത്
അല്ലേ എന്നെ വല്ലവരും ഇതേപോലെ പറഞ്ഞു അത് അവര് തമ്മിലുള്ള പ്രശ്നം ഇവനത് ഹേർട്ട് പോലെ ആവില്ല. മനസ്സിലാവണം. എന്നെ ആൾക്കാർ തെറി വിളിച്ചാലോ എന്നെ ആൾക്കാര് എന്താ പറയാ ഡീഗ്രേഡ് ചെയ്താലോ ഒരാൾക്കാരിനെ കരയിപ്പിച്ചാലോ ഒന്നും ഇവന് പ്രശ്നമില്ല. അത് അവര് തമ്മിലുള്ള പ്രശ്നം. എനിക്ക് പ്രശ്നം വേറെ എപ്പോഴാ ഇവൾക്കത് പ്രശ്നമാകുമ്പോ മാത്രമാണ്. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ദേഷ്യപ്പെടുന്നത്. കരയണത് എനിക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് എന്നെ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യാനാണ് ഞാൻ കരയണത്. എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമുണ്ട്. എല്ലാ കാര്യത്തിലും പ്രശ്നമില്ല. റോഡിൽ പോകുന്ന ആള് ഇവിടെ തെറി വിളിച്ചാൽ ഞാൻ കുട്ടികളെ അടിക്കില്ല. ആൾക്കാർ വായ തോന്നിയത് എന്ത് വേണമെങ്കിൽ വിളിച്ച് പറയും. ഇറ്റ്സ് നോട്ട് മൈ ബിസിനസ്. ഓക്കെ, നമ്മൾ റിലേഷൻഷിപ്പിലായാൽ കൂടി നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി റെസ്പെക്ട് ചെയ്യണം. മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യണം. സോ ഇഫ് എ പേഴ്സൺ ഈസ് ഡൂയിങ് റോങ്, നമ്മൾ ഇപ്പോൾ അവളായാലും ഞാനായാലും എന്തെങ്കിലും കാര്യം റോങ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജഡ്ജ് ദം, നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യണം. റിലേഷൻഷിപ്പ് ഈസ് ഓൾ അബൌട്ട് എക്സ്പ്ലോയിറ്റിംഗ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മളൊരു ഞാൻ എൻ്റെ ചേട്ടനോട് എപ്പോഴും സംസാരിക്കുമ്പോൾ ചേട്ടനെ എന്നാണ് ഞാൻ കേട്ടത്. ആൻഡ് ഐ തോട്ട് ഇറ്റ്സ് ട്രൂ. നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഒരേപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ കാണാനും സൗണ്ടൊക്കെ ഒരേ. എനിക്ക് ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും ഫാമിലി വാട്ട് എവർ റിലേഷൻഷിപ്പ് ഇറ്റ് ഈസ് എക്സ്പ്ലോയിറ്റ് ഇറ്റ്. എന്നാലേ അതിൻ്റെ കലങ്ങി തെളിയുമ്പോൾ യഥാർത്ഥ സംഭവം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ആൻഡ് വി ഹാവ് ഗോൺ ത്രൂ ഓൾ ദാറ്റ് ഷീറ്റ്. ഇപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞു. വി ആർ വെരി ഹാപ്പി. അവർ ഫ്രണ്ട്സ് ആർ വെരി ഹാപ്പി. അവർ ഫാമിലി ഈസ് വെരി ഹാപ്പി. വി ഓൾ ആർ വെരി ഹാപ്പി. ബട്ട് അതൊക്കെ ഒരു വലിയൊരു സ്റ്റോം കഴിഞ്ഞ് വലിയൊരു ക്രൈസിസ് ഒക്കെ കഴിഞ്ഞിട്ട് കലങ്ങി തല്ലുകൂടിയപ്പോ ഇവര് അഖില് ഭയങ്കര ടോക്സിക് ആയിരുന്നോ, പൂജ ഭയങ്കര ടോക്സിക് ആയിരുന്നോ? വി ആർ ടോക്സിക് ടു ഈച്ച് അതർ. ടോക്സിക് ആണെങ്കിൽ ടോക്സിക് ആണ്. അതങ്ങനെയാണ്. തല്ലൂടാണെങ്കിൽ തല്ലൂട്ടാണ് അവിടെ. അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ ഇവള് കാരണം എന്റെ ഫ്രണ്ട്സ് എനിക്ക് ലൂസ് ആവണമെങ്കിൽ ഐ സേ, കാരണം അങ്ങനെ ഉണ്ടാവുന്നത് ഇസ് വെരി ബാഡ്. നമ്മുടെ വേറെ ഒരു കാര്യം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ നല്ല നല്ല ആൾക്കാരും നമ്മുടെ നല്ല നല്ല ക്വാളിറ്റീസും എല്ലാം നമ്മൾ ലൂസ് ചെയ്യാന്ന് നമ്മൾ അറിയുമ്പോൾ we should realize that this is not the right partner. So we have to talk it through. നമ്മൾ സംസാരിച്ച് തീർത്തൊരു സൊല്യൂഷൻ കാണുക, അല്ലെങ്കിൽ we have to break up with him or her. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ കുറേ കപ്പിൾസിനെ കണ്ടിട്ടുണ്ട് എൻ്റെ ചുറ്റും. ആൻഡ് ഐ ഫീൽ സോ വെരി ബാഡ്. കാരണം ഈ പയ്യൻ്റെയോ പെണ്ണിൻ്റെയോ റിലേഷൻഷിപ്പിൽ അവർ ഒരുമിച്ച് ജീവിക്കുമ്പോഴോ റിലേഷൻഷിപ്പിലാവുമ്പോഴോ ഒരാളുടെ ഇൻഫ്ലുവൻസിൽ മറ്റാളുടെ കുറേ നല്ല നല്ല ക്വാളിറ്റീസും നല്ല നല്ല കാര്യങ്ങൾ ലൂസായി പോവുക. ആക്ച്വലി ദേ ആർ ലിറ്ററലി ഡിസ്ട്രോയിങ് ഈച്ച് അതർ. അവർ റെസ്പെക്ട് ചെയ്യണം, മ്യൂച്വലി റെസ്പെക്ട് ചെയ്യാണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ വേറെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി ഐ ഡോണ്ട് ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. സോ എനിക്ക് പറയാനുള്ളത് ലിവിങ് ടുഗദറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ചൂസ് യുവർ റൈറ്റ് പാർട്ട്ണർ. ഇറ്റ് ടേക്സ് ടൈം. ഡോണ്ട് ജസ്റ്റ് ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക് ഫീലിങ്സ് കാരണം പിന്നാലെ പോയി ലവ് യു പറയണതല്ല റിലേഷൻഷിപ്പ്. ദാറ്റ്സ് സ്പൈങ്കിളി ഇൻ ദ ഫിലിംസ് യു സീ ദാറ്റ് ഷിറ്റ്. ട്രൈ ടു സീ സം ഗുഡ് ഫിലിംസ്. റിലേഷൻഷിപ്പ് എന്താ പറയുക, നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്യണ വേറെ കുറേ നല്ല നല്ല പടങ്ങളുണ്ട്. അത് ഈ മരഞ്ചുറ്റി പ്രേമം നല്ല. ആക്ച്വലി യു ഹാവ് ടു ഗോ ടു ഫ്രൈഫ്. ഓവറാക്കണ്ട. എന്തൊക്കെ അറിഞ്ഞ് എൻ്റെ പൊന്നെ തമാശ ചെയ്യൊന്നുമില്ല ഞാൻ. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യാത്ത ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ പറയണം. വി ഹാവ് ടു ടേക്ക് എ സ്റ്റാൻഡ്. തമാശ കളിയില്ലട്ടാ. ഷീ ഈസ് കിഡിങ്. ഷീ ഈസ് എ വെരി ഗുഡ് ആക്ട്രസ്. ഐ നോ. ഇറ്റ്സ് ഓക്കെ. ഇത്രേ ഉള്ളൂ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ അങ്ങനെ തല്ലുകൂടാറുണ്ട്. പക്ഷെ മുന്നത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പം അങ്ങനെ ഭയങ്കര കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ഈ കോണ്ടന്റ് സംഭവങ്ങളിലൊക്കെയാണ്. എങ്ങനെ കോണ്ടന്റ് എടുക്കണം, എന്താ അത് ഇടണം, ഇത് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളല്ലാണ്ട് നമ്മൾ വേറെ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ തല്ലുകൂടാറില്ല. അത് മാത്രമല്ല ഇപ്പൊ പിന്നെ ഫാമിലി ഇപ്പൊ നമ്മുടെ ലൈഫിൽ എന്താണ് ചലഞ്ചിങ്? ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും കാശില്ലാത്ത കാലഘട്ടം നമുക്ക് വേണ്ടത് ഒരു മിഠായി ആയിരുന്നു. മിഠായി കിട്ടിയപ്പോൾ നമ്മൾ വേറെ സ്ഥാനത്തിലേക്ക് പോയില്ലേ, ആ സാധനം കിട്ടിയ വേറെ സ്ഥാനത്തിലേക്ക് പോയില്ലേ. സോ അതിൻ്റെ ഒരു വളർച്ചയാണ് ഇവളിപ്പോൾ പറഞ്ഞത് ആക്ച്വലി. അതല്ലാണ്ട് എന്തെങ്കിലും ചലഞ്ചിങ് സംഭവം ഉണ്ടോ? നത്തിങ് ആക്ച്വലി. ഐ തിങ്ക് യു ആർ പെർഫെക്റ്റ്. അപ്പോൾ എനിക്ക് അത്രേ ഉള്ളൂ. So guys, try to normalize living together. Try to normalize dating each other. And try to normalize understanding. Try to normalize letting your ego off. Yeah. Letting your ego is it's a big deal.
അത് എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കൊക്കെ ഇങ്ങനെ തലയ്ക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ എനിക്കറിയാം ഞാനാണ് തെറ്റ് ചെയ്തതിൽ ഇങ്ങനെ സോറി പറയുമ്പോൾ ഇങ്ങനെ സോറി പറയണം പക്ഷേ ആ സോറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചമ്മിപ്പോണ പോലത്തെ ഫീലിംഗ് ഒക്കെ തോന്നും. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ, ദാറ്റ് പേഴ്സൺ ഡിസേർവ് ഇറ്റ്. സോ ലിവിങ് ടുഗദറിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് പോസിറ്റീവ്സ് പറയാം. അതെ, നമ്മൾ ഓരോ ഫേസസും സ്ട്രഗിൾസും എന്തൊക്കെയാണ് ചലഞ്ചസ് നമുക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബിക്കോസ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ വോണ്ട് ടു നോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ അതെടുത്ത് പറഞ്ഞത്. കുറച്ച് പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളതൊരു ബിഗ് സംഭവമാണ്. ബിക്കോസ് ഞാൻ ഇപ്പോൾ പട്ടിണി കിടന്നുണ്ട്, പരിപാടി കിടന്നുണ്ട്, പക്ഷെ വാട്ട് എവർ ദ ഗോയിങ് ഓൺ നമ്മൾ വി ആർ ഇൻഡിപെൻഡൻറ്റ്, വി ആർ മേക്കിംഗ് അവർ ഓൺ ഡിസിഷൻ എന്നുള്ളൊരു ഫ്രീഡം ലൈക്ക് ഭയങ്കര ഹാപ്പിയാണ്. I am responsible. Blame yourself. Blame him always. ഇതൊക്കെയായിരുന്നു എനിക്ക്. I feel so much free. ആക്ച്വലി ദ പോസിറ്റീവ് സൈഡ് ഈസ് നമുക്ക് ഷെയർ ചെയ്യാൻ എപ്പോഴും ഒരാൾ കൂടെ ഉണ്ട്, സപ്പോർട്ടിന്. തല്ലുകൂടാൻ ഒരാളുണ്ട്, ബേസ്റ്റ് ഔട്ട് ചെയ്യാൻ ഒരാളുണ്ട്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരാളുണ്ട്. അപ്പം അതാണ്. പിന്നെ നമ്മൾ ഓരോരുത്തരെ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ്, ഭയങ്കര ഡീപ്ലി അറിയും നമ്മൾ ആ പേഴ്സണെ. പക്ഷെ നമുക്ക് ഓരോ പുതിയ ദിവസവും നമുക്ക് അയാൾ ഇനിയും അറിയണമല്ലോ, മീൻസ് ഇനിയും ഉണ്ടല്ലോ, നമ്മൾ ഓരോ ദിവസം അവരെ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് ടേസ്റ്റിംഗ് വൈൻ. പിന്നെയുള്ള പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വെഞ്ചേഴ്സ് ടുഗെദർ, മെമ്മറീസ് ടുഗെദർ, ഇതൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ വളർന്നു വരുന്ന പോലെ തന്നെ ഒരു 6 years ബാക്ക് ഞാൻ എന്തായിരുന്നു അഖില നന്നായിട്ട് അറിയാം. ഇപ്പം ഞാൻ എന്താണെന്ന് അഖില നന്നായിട്ട് അറിയാം. നാളെ അപ്പോൾ ആ ഒരു ഗ്രോയിങ് എന്താ പറയുന്നത്, ഗ്രോയിങ് ഓൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി നൈസ് ഫീലിംഗ്. പിന്നെ നമ്മൾ ഇവരുടെ ഇഷ്ടമുള്ള കാര്യം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവർക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് നമുക്ക് പുതിയ ഫേവറേറ്റ്സ് ഒക്കെ ആയിരിക്കും. ഇപ്പം ഞാനിങ്ങനെ ഫിലിം എനിക്ക് ഇഷ്ടമാണ്. പണ്ട് ഭയങ്കര തമിഴ് പടം കണ്ടിരുന്ന ആളെ ഇപ്പോൾ ഹോളിവുഡ് പടത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. എനിക്കിപ്പോൾ ആ ഒരു എനിക്ക് അങ്ങനത്തെ പടങ്ങൾ കാണാനാണ് കൂടുതൽ ഇഷ്ടം. നൗ എൻ്റെ ജഡ്ജ്മെൻറ്റ് ടുവേർഡ്സ് എ ഫിലിം ചേഞ്ച്ഡ് എ ലോട്ട്. അതുപോലെ തന്നെ ഞാൻ ഇവനെ ഞാൻ കാണിച്ചത് ഞാൻ വന്നിട്ട് നിനക്ക് എന്തൊക്കെയാ നീ പഠിച്ചത്? ഞാൻ ഇവള് വരണക്ക് മുന്നേ നല്ല നല്ല പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവള് വന്നതിന് ശേഷം കൂറ തമിഴ് പടങ്ങൾ കാണാൻ തുടങ്ങിയത്. ബട്ട് ഇറ്റ്സ് ഫൺ. യാ, can waste a lot of time. അതെ, സത്യം പറയാലോ, ഇവന്റെ വീട്ടില് ഇവരത്ര ഫണ്ണല്ല. ഞങ്ങളുടെ വീട്ടിൽ നല്ല ഫണ്ണാ. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇവൻ മിക്ക നേരം ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും. I'm the boring person and he is not boring. അങ്ങനെയാണ് ഞാൻ കൂടെ നിൽക്കില്ല. അത് ഇടയ്ക്കിടയ്ക്ക് പറയും he is not at all boring. പക്ഷെ എൻ്റെ ഫൺ അല്ല, ഒരിക്കലും അല്ല. എനിക്ക് മാച്ച് ചെയ്യാനേ പറ്റില്ല. Okay guys, so it was really fun. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. So that was just a brief session of our living together. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മാത്രം പെർസ്പെക്റ്റീവ് ആണ്. അത് എടുക്കണവർക്ക് എടുക്കാം, എടുക്കണ്ടാത്തവർക്ക് എടുക്കണ്ട. ഓക്കെ, അതെ. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ എഴുതി അയക്കേണ്ട വിലാസം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൂടുതൽ അറിയണമെന്ന് തോന്നിയാൽ കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ